തിരുവനന്തപുരം മുതലപ്പുഴയിൽ ബോട്ട് മറിഞ്ഞ അപകടം. 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. ശക്തമായ കാറ്റിലാണ് ബോട്ട് മറിഞ്ഞത്. തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ദേവൻ MP ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദേവൻ, കനത്ത മഴയാണ് പലയിടത്തും. ഇതടക്കം തിരച്ചിലിനെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്താണ് വിവരം? അരുണ്യ, വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത മഴയും ഒപ്പം തന്നെ ശക്തമായ കാറ്റുമാണ് ഇത്തരത്തിൽ ഈ ബോട്ട് മറയുന്ന ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മത്സ്യബന്ധനത്തിനായി അഴിമുഖത്തേക്ക് പോകവേ തിരയിൽപ്പെട്ടാണ് ഈ ബോട്ടിന് അപകടം സംഭവിക്കുന്നത്. അഞ്ചുതെങ്ങ് സ്വദേശിയായിട്ടുള്ള ജോസ് എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള കാരിയർ വള്ളമാണ് ഈ മറിഞ്ഞിരിക്കുന്നത്. അതിലുണ്ടായിരുന്ന അഞ്ചുതെങ്ങ് സ്വദേശികളായിട്ടുള്ള ശ്രീജിത്ത്, ഒപ്പം തന്നെ ശ്രീമോൻ എന്നീ 2 മത്സ്യത്തൊഴിലാളികളെയാണ് ഇപ്പോൾ കാണാതായതായി വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ തുടർച്ചയായി ഇത്തരത്തിൽ ഈ ബോട്ട് മറിയുന്ന തിരുവനന്തപുരത്തെ മുതലപ്പുഴയുടെ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും വീണ്ടും ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയുടെ ഒരു പ്രത്യേകത അനുസരിച്ചുകൊണ്ട് തന്നെ അവിടെ തിരച്ചിൽ സാധാരണഗതിയിൽ തന്നെ ദുഷ്കരമാണ്. അപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ മറ്റുള്ള മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. നിലവിലേതായാലും മത്സ്യത്തൊഴിലാളികളുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ സാധ്യമായ രീതിയിൽ അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുണ്യ, ശരി, ദേവൻ MP വിശദാംശങ്ങൾ നൽകിയത്.